മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് കേരളത്തിലെ ചില വിദ്യാഭ്യാസ സംഘടനകൾ. KSUവും ASFും ഒരുപോലെ പ്രതിഷേധിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ. +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി നാളെ KSUവിന്റെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. +1 സീറ്റ് പ്രതിസന്ധിയിൽ പരിഹാരമായില്ല എങ്കിൽ അനിശ്ചിതകാലത്തേക്ക് സമരം തുടരുമെന്നും സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ വ്യക്തമാക്കുന്നു. ഇതിനിടെ കോഴിക്കോടും മലപ്പുറത്തും വയനാട്ടിലും തിരുവനന്തപുരത്തും ഉൾപ്പെടെ KSU നടത്തിയ പ്രതിഷേധങ്ങൾ സംഘർഷത്തിലാണ് കലാശിച്ചത്. ഇതിനു പിന്നാലെയാണ് സംസ്ഥാന വ്യാപകമായി നാളെ വിദ്യാഭ്യാസ ബന്ദിന് KSU ആഹ്വാനം ചെയ്തിരിക്കുന്നതും. വരും ദിവസങ്ങളിലും സമരം തുടരുവാനാണ് KSU തീരുമാനിച്ചിരിക്കുന്നത്. കോഴിക്കോട് ഇന്ന് KSU പ്രവർത്തകർ RDD ഓഫീസ് ഉപരോധിച്ചിരുന്നു. ഓഫീസിനകത്തേക്ക് തള്ളിക്കയറുവാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടയുകയും ചെയ്തു. ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുക്കുവാൻ പോലീസ് ശ്രമിച്ചതിനെ പ്രവർത്തകർ ചോദ്യം ചെയ്തതോടെ സംഘർഷാവസ്ഥയിലായി. KSU പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയുണ്ടായി. തുടർന്ന് കൂടുതൽ പോലീസ് എത്തിയതിനു ശേഷം ജില്ലാ പ്രസിഡന്റ് VT സൂരജ് ഉൾപ്പെടെ 7 പേരെയും അറസ്റ്റ് ചെയ്ത് നീക്കുകയുണ്ടായി. +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടുക്കി തൊടുപുഴ DDE ഓഫീസിലേക്ക് KSU നടത്തിയ പ്രതിഷേധ മാർച്ചിൽ ഉന്തും തള്ളുമായിരുന്നു. മാർച്ച് പോലീസ് ബാരിക്കേഡ് നിരത്തി തടഞ്ഞിരുന്നു. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടുവാൻ ശ്രമിച്ചതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ രീതിയിലുള്ള സംഘർഷവും ഉണ്ടായി. ഇതിനൊക്കെ പുറമെ KSU കൊല്ലത്ത് കളക്ടറേറ്റ് മാർച്ചും നടത്തി. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയെ കരിങ്കൊടി കാണിച്ച പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തതിനെതിരെയും തിരുവനന്തപുരത്ത് KSU പ്രതിഷേധിച്ചിരുന്നു. കണ്ണൂരിലും മലപ്പുറത്തും MSF പ്രവർത്തകരും RDD ഓഫീസ് ഉപരോധിക്കുകയുണ്ടായി. മലപ്പുറത്തും കോഴിക്കോടും റോഡ് ഉപരോധിച്ച ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അതിനിടെ SFIയും സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. SFI മലപ്പുറത്ത് കളക്ടറേറ്റ് മാർച്ച് നടത്തിയിരുന്നു. മലപ്പുറം ജില്ലയിൽ പുതിയ +1 ബാച്ചുകൾ അനുവദിക്കുക, ചേരാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും +1 പ്രവേശനം ഉറപ്പാക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു SFIയുടെ പ്രതിഷേധം. ഇന്നലെ ഈയൊരു വിഷയത്തിൽ ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്ക് നേരെ KSUവിന്റെ കരിങ്കൊടി പ്രതിഷേധവും ഉണ്ടായിരുന്നു. സംഭവത്തിൽ KSU തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറിനെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഗോപുവിന്റെ വീട്ടിലെത്തിയാണ് പോലീസുകാർ ഗോപുവിനെ അറസ്റ്റ് ചെയ്തത്. OR കേളുവിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുവാൻ രാജ്ഭവനിലേക്ക് പോകുന്നതിനിടെയായിരുന്നു മന്ത്രിക്ക് നേരെയുണ്ടായ കരിങ്കൊടി പ്രതിഷേധം. അതേസമയം +1 പ്രവേശനത്തിൽ യാതൊരു പ്രതിസന്ധിയുമില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ അവകാശവാദവും. ഗുരുതര പ്രശ്നമുള്ള മലപ്പുറത്തടക്കം ആവശ്യത്തിന് സീറ്റുണ്ട് എന്നാണ് മന്ത്രി പറയുന്നത്. എന്നാൽ പക്ഷേ മന്ത്രിയെ തള്ളി SFI രംഗത്തെത്തിയത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുക കൂടിയാണ്. അതേസമയം ഫുൾ A+ നേടിയിട്ടും +1 പ്രവേശനം ലഭിക്കാതിരുന്ന കോഴിക്കോട് പന്തീരാങ്കാവ് സ്വദേശിനി ഹസ്നയ്ക്ക് അഡ്മിഷന് വഴിയൊരുങ്ങുകയാണ്. സയൻസ് സീറ്റ് നൽകാമെന്ന് ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും അറിയിച്ചിട്ടുമുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അഡ്മിഷന് വേണ്ടി എത്താനായിരുന്നു സ്കൂൾ അധികൃതർ ഹസ്നയ്ക്ക് നൽകിയ നിർദ്ദേശം. 10 സ്കൂളുകളിൽ ഹസ്ന അപേക്ഷ നൽകിയുണ്ടായി. എന്നിട്ടും +1 സീറ്റ് കിട്ടിയില്ല. ചാലപ്പുറം ഗണപത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും മികച്ച വിജയം നേടിയെടുത്താണ് ഹസ്ന 10ാം ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുന്നത്. എന്നിട്ടും അഡ്മിഷൻ ലഭിക്കാതെ ഇരുന്നപ്പോൾ സാമ്പത്തിക ബാധ്യത കാരണം ബദൽ മാർഗങ്ങൾ തേടുവാൻ കഴിയില്ല എന്ന് കുട്ടിയുടെ രക്ഷിതാക്കൾ നേരത്തെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു.